ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർമുക്ഷീയമാമൃതാത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ഹരി ഓം. ക്ഷമിക്കണം. എല്ലാവർക്കും ചിന്മയ സന്ധ്യയിലേക്ക് സഹർഷം സ്വാഗതം. ഇപ്പൊ ചൊല്ലിയത് മൃത്യുഞ്ജയ മഹാമന്ത്രം. ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകം ഇവ ബന്ധനാത് മൃത്യോഹോ മുക്ഷീയ മാ അമൃതാത്. എന്താണ്? ഞങ്ങള് ത്രയംബകം യജാമഹേ. ഞങ്ങള് ത്രയംബകം, പരമശിവന്റെ വില്ലാണ് ത്രയംബകം. ഭഗവാന് ത്രയംബകേശ്വരൻ എന്നൊരു പേരൊക്കെ ഇട്ടു. എന്താണ് ത്രയംബകം? ആ ഉ മ, അകാരം ഉകാരം മകാരം, ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ, അങ്ങനെ ഒരു സങ്കല്പമുണ്ട്. സൃഷ്ടി സ്ഥിതി സംഹാരം, സത്വം രജസ് തമസ്, ജാഗ്രത് സ്വപ്ന സുഷുപ്തി, ഇതൊക്കെ ഈ മൂന്ന്. അതുപോലെ പ്രണവത്തിലെ ആ ഉ മ. അപ്പോൾ പ്രണവത്തെ ഞങ്ങൾ, പ്രണവമാണ് മഹാധനു, പ്രണവോധനു എന്നാണ്, ഞങ്ങൾ അതിനെ യജിക്കുന്നു. ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം. ഈ ലോകത്ത് നമുക്ക് എല്ലാവിധത്തിലുള്ള തുഷ്ടിയും പുഷ്ടിയും ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കും സർവ വിധത്തിലും പുഷ്ടി ഉണ്ടാകട്ടെ. സുഗന്ധിം പുഷ്ടിവർദ്ധനം. പിന്നെയോ ഉർവാരുകം ഇവ ബന്ധനാത്. ഞാനും ലോകവും തമ്മിലുള്ള ബന്ധനം ഉർവാരുകം പോലെയാകട്ടെ. ഒരു വള്ളിയിലുണ്ടാകുന്ന ഫലമാണ് മത്തൻ, ഇളവൻ, വെള്ളരി, കുമ്പളങ്ങ എന്നൊക്കെ പറയുന്നതുണ്ടല്ലോ, പടവലം. ഫലങ്ങൾ പലതും അത് പാകമായി കഴിഞ്ഞാൽ വള്ളിയിൽ നിന്ന് തനിയെ ഞെട്ടറ്റു വീഴും. ഇവൻ നാളികേരമൊക്കെ നന്നായി ഉണങ്ങി പാകമായി കഴിഞ്ഞാൽ അത് തനിയെ താഴെ വീഴും. മാമ്പഴമാണെങ്കിലും എല്ലാറ്റും. അപ്പം ഈ ഫലങ്ങളെല്ലാം അതിൻ്റെ ശിഖരത്തിൽ നിന്നോ വള്ളിയിൽ നിന്നോ ഒക്കെ പാകമായാൽ അനായാസേന ഞെട്ടറ്റു വീഴുന്നത് പോലെ ഞാനും ലോകവും തമ്മിലുള്ളത് ഈ അനായാസേനയുള്ള വിടുതലായിരിക്കണം, ബലം കൂടാതെ. അപ്പോൾ ഉർവാരുകം ഇവ ബന്ധനാത് മുക്ഷീയ മൃത്യോഹോ, മരണത്തിൽ നിന്ന് മോചിപ്പിച്ചാലും. അപ്പോൾ വാസ്തവത്തിൽ മരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ബന്ധനമാണ് മരണം. അതിൽ നിന്ന് മോചിപ്പിച്ചാലും. മാ അമൃതാത്, മരണമില്ലായ്മയിൽ നിന്നല്ല. മൃത്യോർമ അമൃതം ഗമയ, മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്ക്. ഇതാണ് ഇതിൻ്റെ ഒരു സാമാന്യ അർത്ഥം. എല്ലാവരെയും ഭജഗോവിന്ദത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഭജഗോവിന്ദത്തിൽ പറഞ്ഞു, എന്താണ് ഇന്ന് പറയാനുള്ളത്? കെട്ടിയോളാണ് എൻ്റെ മാലാക എന്ന് പറയുന്നവരോട്, ഹേ മൂഢ, കെട്ടിയോളാണോ നിന്റെ മാലാക എന്ന് ശങ്കരാചാര്യർ ചോദിക്കുന്നു. നമുക്ക് വിസ്തരിച്ച് പരിചയപ്പെടാം. ചോദ്യം തന്നെ അങ്ങനെയാണ്. കാതേ കാന്ത ധനഗത ചിന്ത വാതുല കിം തവ നാസ്തി നിയന്ത ത്രിജഗതി സജ്ജന സംഗതിരേക ഭവതി ഭവാർണവതരണേ നൗകാ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. കാതേ കാന്ത,
കെട്ടിയോളാണ് എൻ്റെ മാലാക എന്ന് നീ പറഞ്ഞല്ലോ. ആരാണ് നിന്റെ ഭാര്യ? വാസ്തവത്തിൽ ഹേ വാതുലാന്ന, വീണ്ടും ഹേ വിഡ്ഢി മൂടാ, ആരാ നിന്റെ ഭാര്യ? നീ ഭാര്യ, ചിലരുണ്ട് ഭാര്യ, എൻ്റെ ഭാര്യ, ഭാര്യയുടെ അച്ഛൻ, ഭാര്യയുടെ അമ്മാമൻ, ഭാര്യയുടെ അനിയൻ, ഭാര്യയുടെ ജ്യേഷ്ഠൻ, ഭാര്യ വീട്ടുകാർ പറഞ്ഞ ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞു. ശങ്കരാചാര്യർ ചോദിക്കുന്നു, ആരാ നിന്റെ ഭാര്യ? കാതേ കാന്ത, ആരാണ് നിന്റെ ഭാര്യ? ഹേ വാതുല. ധനഗത ചിന്ത, നിനക്ക് ഏത് നേരം ഈ കാശ് വേണം കാശ് വേണം എന്നുള്ളതാണല്ലോ. അവർക്ക് ഇത്രയുണ്ട്, അവൾ ഒറ്റ മോളാണ്, ഭാഗം വെച്ച് കഴിഞ്ഞാൽ ഇത്രയുണ്ട്, പട്ടണത്തിൽ ഇങ്ങനെ ഒരു നല്ല വീടും കണ്ണായ സ്ഥലത്ത്, അത് വിറ്റാൽ ഇത്ര കോടി കിട്ടും, പറമ്പ് ഭാഗം വയ്ക്കാത്തതുണ്ട് ഇത്ര, അത് വിറ്റാൽ എനിക്ക് ഇത്ര കിട്ടും. ചില ആളുകൾ സ്വന്തം അമ്മ തന്നെ മകനെ കുറിച്ച് പറയും, ഇപ്പം അവനെ നമ്മളെയൊക്കെ ഒരു പുല്ല് വിലയാണ്. എന്താ, അവൻ കല്യാണം കഴിഞ്ഞതോടുകൂടി ഇപ്പോൾ അവരുടെ ഭാര്യ വീട്ടുകാരുടെ സ്വത്തിൻ്റെ ബലത്തിലാണ് ഇവൻ്റെ നമ്മളോടൊക്കെ ഉള്ള ഒരു നമ്മളോടൊക്കെ ഇവനൊരു ഒരു ഒരു പുച്ഛം. അവൻ്റെ ആ നെകളിപ്പിൻ്റെ പിറകിലുള്ള രഹസ്യം ഭാര്യ വീട്ടുകാരുടെ സ്വത്താണ്. എടാ നാണുണ്ടടാ നിനക്കിങ്ങനെ നടക്കാൻ എന്നൊക്കെ സ്വന്തം അമ്മ തന്നെ ചിലപ്പം പറയും. ഇവിടെ ശങ്കരാചാര്യർ ഈ ഭാര്യ എന്ന് പറഞ്ഞ് നടക്കുന്നവരോട് ചോദിക്കുക, ആരാ നിന്റെ ഭാര്യ? എന്താ നിനക്കിങ്ങനെ ധനഗത ചിന്ത? ഈ റബ്ബർ വെട്ടാനുള്ളതും നാളികേരം വലിക്കാനുള്ളതും വാടക പിരിക്കാനുള്ളതും കിട്ടിയ ശ്രീധനത്തിൻ്റെ കാര്യമോ, അല്ലെങ്കിൽ എന്താ നിനക്ക് ഏതു നേരം ഇതിനെക്കുറിച്ചുള്ള ചിന്ത? ഹേ വാതുല, ഹേ മൂഢ, കിം തവ നാസ്തി നിയന്ത, ഇതിനൊക്കെ ഒരു നിയന്താവായിട്ടൊരാളില്ല എന്നാണോ നീ കരുതുന്നത്? ഒരു നിയന്താവ്, ഇതിൻ്റെ ഒക്കെ മുകളിൽ ഒരാൾ, നീ അങ്ങനെ കരുതുന്നുവോ? അങ്ങനെ ഇതിനൊന്നും ഒരാളില്ല എന്നാണോ നിന്റെ കരുതൽ? ഹേ മൂഢാ, ഭവതി ഭവാർണവ തരണേ നൗക. എന്താണ്? ത്രിജഗതി സജ്ജന സംഗതി രേഖ. മോനെ, ഈ 3 ലോകത്തും ഉണ്ടല്ലോ, എന്താണ് നിയന്താവായിട്ട്, ഈ 3 ലോകത്തും നിയന്താവായിട്ട് ഒരാളില്ല എന്നാണോ നീ കരുതുന്നത്? മാത്രമല്ല ഭവാർണവ തരണേ നൗക ഭവതി. ഈ ഭവാർണവം, ഭവ എന്ന് പറഞ്ഞാൽ ഭവിച്ചിട്ടുള്ള, അർണവം സമുദ്രം, സംസാര സാഗരം, അതിൽ നിന്ന് കരകയറ്റാൻ ഇവിടെ ഒരാളുണ്ട്. ശ്രീമദ് ഭാഗവതത്തിലൊക്കെ പ്രാർത്ഥനയായിട്ട് ചൊല്ലുമല്ലോ, സംസാര സാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹ ഗൃഹീതാംഗം മാമുദ്ധര ഭവാർണവാത്. സംസാര സാഗരേ മഗ്നം, സംസാരമാകുന്ന സാഗരത്തിൽ, സമുദ്രത്തിൽ മഗ്നം. നേരത്തെ പറഞ്ഞു, നളിനീ ദളഗത ജലമതി തരളം തദ്വജ്ജീവിതമതിശയ ചപലം വിദ്ധി വ്യാദ്യ വിമാനഗ്രസ്തം ലോകം ശോകഹതം ച സമസ്തം. ഇങ്ങനെ വ്യാധികളും ആദികളും പലതിൻ്റെയും ഇതിലിങ്ങനെ കിടന്ന് ഇങ്ങനെ കറക്കമാണ്. അതിനെയാണ് സംസാരം എന്ന് പറയുക. അതിൽ സംസാര സാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ, അല്ലയോ കാരുണ്യവാനായിട്ടുള്ള ഭഗവാനെ, കർമ്മഗ്രാഹ ഗൃഹീതാംഗം, കർമ്മമാകുന്ന മുതല. ഏത് മുതലയാണ്? നമ്മുടെ ആനയെ പിടിച്ചത്, മൂപ്പരെ പിടിച്ച മുതലയുടെ പേര് ഹാഹാ ഹൂഹു ആണ്. അതെന്താണ്? കർമ്മം ഇങ്ങനെ ഒരുമാതിരി ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഹാ ഹാ തന്നെയാവും, ഹൂ ഹൂ എന്നാവും. അപ്പൊ കർമ്മമാകുന്ന മുതല, കർമ്മഗ്രാഹ ഗൃഹീതാംഗം, എൻ്റെ അംഗങ്ങളെ മുഴുവൻ പിടിച്ചിരിക്കുക. മാമുദ്ധര, ഗജേന്ദ്രനെ പിടിച്ച മുതല ഏതാണ്?
നമ്മളാണ് ഈ ഗജേന്ദ്രനെ. നമ്മളിങ്ങനെ ഈ താമര പൊയ്കയിലൊക്കെ ഇറങ്ങി ഇങ്ങനെ മതിച്ച് കളിക്കുകയാണ്, ഒരവസാനം ഇല്ല എന്ന് കരുതിയിട്ട്. ഇതിനൊക്കെ ഒരവസാനമുണ്ട്, ഒരു പിടുത്തം പിടിക്കും മുതല. ഈ മുതല വർഷങ്ങളോളമായിട്ട് പിടിച്ചു എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മളെ പിടിച്ചു, കർമ്മഗ്രാഹം പിടികൂടിയിരിക്കുക. അതുകൊണ്ട് എന്നെ അതിൽ നിന്ന് രക്ഷിക്കണം. ഇവിടെ പറയുന്ന ഈ 3 ലോകത്തും ത്രിജഗതി സജ്ജനസംഗതിരേഖ ഭവതി ഭവാർണവ തരണേ നൗക. മോനെ, ഇതിൽ നിന്നൊക്കെ കരകയറ്റുന്ന ഒരു ശക്തിയുണ്ട്, ആ സത്യമുണ്ട്. അതിൻ്റെ പകരം നീ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്തിനെയാ? ഈ പറഞ്ഞ ഭാര്യയുടെ സ്വത്തും ഭാര്യ വീട്ടുകാരുടെ വാടകയും ഭാര്യ വീട്ടുകാർ തന്നിട്ടുള്ള സ്ത്രീധനവും ഇതിൻ്റെയൊക്കെ മുകളിലാണ് നീ കാര്യങ്ങളെ കാണുന്നതെങ്കിൽ കഷ്ടമാണ് മോനെ കാര്യം. നീ നമ്മുടെ നാടൻ ഭാഷയിൽ പറയും, തല മറന്ന് എണ്ണ തേക്കരുത് മോനെ എന്ന്. അങ്ങനെയാണ് ഇപ്പം ഉണ്ടായിട്ടുള്ളത്. അപ്പം ഏതിരിക്കണം, എവിടെ? അതിനെ നീ വിസ്മരിച്ചുകൂടാ. നാടൻ ഭാഷയിൽ നമ്മുടെ പഴയ അമ്മൂമ്മമാരൊക്കെ പറയാറുണ്ട്, നമ്മുടെ അമ്മമ്മ പറയുന്നൊരു വർത്തമാനമുണ്ട്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, എടാ ദൈവത്തിനെ കൊക്കയോണ്ട് തോണ്ടി താഴെ ഇടരുത്. അമ്മമ്മയുടെ ഒരു സ്ഥിരം ഡയലോഗാണ്, ദൈവത്തിനെ കൊക്കയോണ്ട് തോണ്ടി താഴെ ഇടുക എന്ന് പറഞ്ഞാൽ അത്രയും അഹങ്കാരവും അതൊക്കെ കാണിക്കുന്ന സമയത്താണ് പറയുക. അതുകൊണ്ട് അങ്ങനെയാവരുത്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയാം. ദൈവത്തിനെ കൊക്കയോണ്ട് തോണ്ടിയിടരുത്. ഒരു വീട്ടിലെ 3 വളർത്തു മൃഗങ്ങൾ ഒരിക്കൽ 3 മരിച്ചു. പശു, നായ, പൂച്ച, ഇത് 3 മരിച്ചു. ഇത് 3 സ്വർഗത്തിലെത്തി, ദൈവത്തിൻ്റെ മുന്നിലെത്തി വരും 3 അപ്പോൾ ദൈവം ചോദിച്ചു, പശുവിനോട് ചോദിച്ചു, നിന്റെ വിശ്വാസങ്ങൾ എന്തായിരുന്നു? എന്തൊക്കെയായിരുന്നു നിന്റെ വിശ്വാസം? അപ്പോൾ പറഞ്ഞു, എൻ്റെ യജമാനനെ അതുപോലെ ആ യജമാനുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും അവരെയൊക്കെ പരിപോഷിപ്പിക്കുക, അതുപോലെ അവരും യജമാനനും എന്നെ പരിപാലിച്ചു, സ്നേഹിച്ചു, അതിലാണ് എൻ്റെ വിശ്വാസം. പശുവിനോട് പറഞ്ഞു, നീ എൻ്റെ വലതുഭാഗത്ത് ഇരുന്നോ എന്ന് പറഞ്ഞു. അപ്പോൾ പശു പതുക്കെ ചെന്ന് ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരുന്നു. നായയോട് ചോദിച്ചു, പറയും മോനെ, നിന്റെ വിശ്വാസങ്ങൾ എന്തൊക്കെയാണ്? അവൻ പറഞ്ഞു, ആ സ്നേഹം, യജമാനനോട് അളവില്ലാത്ത സ്നേഹം, ഇങ്ങോട്ട് എന്ത് കാണിച്ചാലും അങ്ങോട്ട് സ്നേഹിക്കുക മാത്രം. പിന്നെ ഒരു സുരക്ഷ, പിന്നെ ആ ട്രെയിനിങ്. അപ്പോൾ ആ ട്രെയിനിങ്ങിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഞാൻ നല്ല ശിക്ഷണമൊത്ത ഒരു സെക്യൂരിറ്റിക്കാരനായിട്ട് ഞാൻ അദ്ദേഹത്തെ പരിപാലിച്ചു. ആ പരിപാലനത്തിൽ ഞാനൊരു സെക്യൂരിറ്റി ഗാർഡായിട്ട്, അതിലാണ് എൻ്റെ വിശ്വാസം, അതാണ് എൻ്റെ വിശ്വാസം. ദൈവത്തിന് സന്തോഷമായി. നീ ബാ, എൻ്റെ ഈ ഇടതുഭാഗത്തിരിക്കും. ഇപ്പം ഇടത്തും വലത്തും നായയും പശുവാണ്. പൂച്ചയോട് ചോദിച്ചു ദൈവം, മോനെ, എന്താ നിന്റെ വിശ്വാസം? കേൾക്കട്ടെ. അപ്പം അത് പറഞ്ഞു, എൻ്റെ വിശ്വാസം എനിക്കിരിക്കാനുള്ളിടത്താണ് നിങ്ങളിപ്പോൾ ഇരിക്കുന്നത് എന്നതാണ് എൻ്റെ വിശ്വാസം. പൂച്ചയെക്കുറിച്ച്
അങ്ങനെയാ പറയാം. അതിനൊരു സ്നേഹമൊന്നുമില്ല എന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല, പൂച്ചയ്ക്ക് നല്ല സ്നേഹമുണ്ട്. നമ്മുടെ ആശ്രമത്തിലെ കല്യാണി പൂച്ചയുണ്ട്, പാവം. അതിന് നമ്മളെ ഭയങ്കര കാര്യമാണ്, നമുക്കും അതിന് ഇഷ്ടമാണ്. അതിനെ നമ്മൾ മിസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. ദൂരമൊക്കെ പോയി 1 മാസമോ 2 മാസമൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അതിനൊരു പിണക്കമൊക്കെ ഉണ്ട്, അടുത്തേക്ക് വരില്ല. കുറച്ച് നേരം അങ്ങനെ ദൂരെ നിന്ന് അവിടെ അങ്ങനെ ഇരിക്കും. അല്ലെങ്കിൽ കാണുമ്പോഴേക്ക് ഓടി വന്ന് വാലൊക്കെ പൊക്കി ഒരു പ്രദക്ഷിണാദി നമസ്കാരങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും പൂച്ച പറഞ്ഞു, എനിക്കിരിക്കേണ്ടിടത്താണ് നിങ്ങളിപ്പോൾ ഇരിക്കണം. ഇതുപോലെ ആരാണോ ഭാര്യ വീട്ടുകാർ ഇങ്ങനെ നീ ധനത്തെക്കുറിച്ചുള്ള ചിന്തയും കാര്യങ്ങളും, നീ ഏതിനാണ് നിന്റെ ജീവിതത്തിൽ പ്രാമുഖ്യം നൽകിയത്? ആരെയാണ് നീ അവിടെ പ്രതിഷ്ഠിക്കേണ്ടത്? അവിടെയാണ് നീ ഓരോ ഏടാകൂടങ്ങളെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. മോനെ, ഈ 3 ലോകത്തിന് അധിപനായിട്ടൊരാളുണ്ട്, അത് ധനമല്ല. അതുകൊണ്ട് ഈ സംസാരത്തിൽ നിന്ന് താരണം ചെയ്യിക്കാൻ പര്യാപ്തമായിട്ടുള്ളത് അവനാണ്, അതാണ്. അത് നീ വിസ്മരിച്ചുകൂടാ എന്ന് പറയാം. തുടർന്ന് ഒരു കാഴ്ച നമ്മൾ മുന്നിലേക്ക് വെക്കുകയാണ്. എന്താണ്? നമ്മളെയൊക്കെ കൂട്ടത്തിലുള്ള ആളുകൾ, ശങ്കരാചാര്യർ ഇതിലെ ജീവിതത്തിൻ്റെ എല്ലാ തുറയിലുള്ളവരെയും ഒരാളെയും വെറുതെ വിടുന്നില്ല. നമ്മളടങ്ങുന്ന സമൂഹത്തെ, സന്യാസിമാർ, ആ ഗണത്തിൽപ്പെടുന്നവരെയൊക്കെ അവരോടൊക്കെ ആയിട്ട് പറയുന്നു. ഇതാണ്: ജഡിലോ മുണ്ടീലുഞ്ചിത കേശഃ കാഷായാംബര ബഹുകൃതവേഷഃ പശ്യന്നപി ന ച പശ്യതി മൂഢഃ ഉദരനിമിത്തം ബഹുകൃതവേഷഃ. ജഡിലോ മുണ്ടീലുഞ്ചിത കേശഃ കാഷായാംബര ബഹുകൃതവേഷഃ പശ്യന്നപി ച ന പശ്യതി മൂഢഃ ഉദരനിമിത്തം ബഹുകൃതവേഷഃ. ജഡിലഃ മുണ്ടി ലുഞ്ചിതകേശഃ. ജഡിലൻ, ജടാധാരി, ജട ധരിച്ചവൻ. അവന് ജട, തലയിൽ തലമുടി ജടയായിട്ടില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പശയൊക്കെ വെപ്പിച്ച് ജടയാക്കുക. ജട വന്നാൽ പരമശിവന്റെ അനുഗ്രഹം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് മുടി വെട്ടാതെയൊക്കെ കുട്ടികളെ കൊണ്ട് നടക്കാറുണ്ട് പണ്ട്. ഇപ്പോഴൊന്നുമില്ല അത്. അപ്പൊ ജഡിലഹ, ജടാധാരി. പിന്നെയോ മുണ്ടി എന്ന് പറഞ്ഞാൽ ക്ലീൻ ഷേവ്, മുണ്ടനം, അതും ഒരു വിഭാഗം. പിന്നെ ലുഞ്ചിതകേശ. ലുഞ്ചിതകേശൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഹിമാലയത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ പല ഗണത്തിലുള്ള ആളുകളുണ്ട്. ഈ ജടയുണ്ടല്ലോ, നല്ല നീളമുണ്ടാവും. ആ ജട ഇങ്ങനെ ചുരുട്ടിയിട്ട് അതിനെയാണ് തലയണയാക്കി വെച്ചിട്ട് കിടക്കും. അപ്പോൾ നല്ല ഒരു പില്ലവും കൂടെയാണത്. വേറെ തലയണയുടെ ആവശ്യമില്ല. ശരിക്കും പറയുന്നതാണ്. അവരതങ്ങനെ ചുരുട്ടി തലയെ വെച്ച് അതിലാണ് കിടക്കുക. ഹിമാലയത്തിൽ പോയാൽ കാണാം, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അതുപോലെയുള്ള മഹാത്മാക്കളും ഉണ്ട്. രണ്ടും കാണാം നമുക്ക്. പിന്നെ ലുഞ്ചിതകേശൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം നിലയിൽ ഇങ്ങനെ രോമം പിഴുതെടുക്കും കൈകൊണ്ട്. അപ്പോൾ കിട്ടാത്ത അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും, കുറച്ചൊക്കെ അവിടെ ഇവിടെയും തിരികെ നിൽക്കുന്നുണ്ടാവും. അത് ലുഞ്ചിതകേശനാണ്. അതേപോലെ ഈ ആൻറ്റിന പോലെ പിറകിൽ കുടുമ എന്ന് പറയില്ലേ നമ്മൾ, അതും ലുഞ്ചിതകേശൻ. അങ്ങനെയുള്ള കുടുമധാരി, അവിടെ രോമം നിൽക്കുന്ന ലുഞ്ചിതകേശന്മാർ. ജഡിലൻ, ജടാധാരി. മുണ്ടി, പൂർണ്ണമായി മുണ്ടനം ചെയ്തവൻ ലുഞ്ചിതകേശൻ. കുടുമ ധരിച്ചവൻ, അല്ലെങ്കിൽ അവിടെ കുറച്ച് രോമമുള്ളവൻ. പിന്നെയോ കാഷായാംബര ബഹുകൃതവേഷ. കാഷായത്തിൽ തന്നെ വെറൈറ്റി കാഷായം. കടും ചുവപ്പ്, കാവി, മഞ്ഞ, അതിൻ്റെ ഇടയിലുള്ളത് പല കാഷായങ്ങൾ. കാഷായാംബര
ബഹുകൃതവേഷ. അപ്പം കാഴ്ചയിൽ ജടാധാരിയാണ്, അല്ലെങ്കിൽ മുണ്ടിയാണ്, അല്ലെങ്കിൽ ലുഞ്ചിതകേശനാണ്, കുടുമയൊക്കെ ഉള്ളവനാണ്. കാഷായത്തിൽ ഈ പറഞ്ഞതുപോലെ കടും കളറും ഇളം കളറും, ഇത് ശങ്കര 1200 വർഷം മുമ്പുള്ള കാര്യമാണ്. അങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായിട്ട് കളർ ഷെയ്ഡുകളുണ്ട്, പല വ്യതിയാനങ്ങളുള്ള നിറങ്ങളോട് കൂടിയിട്ടുള്ള ആളുകൾ. എന്താ പശ്യൻ അപി, കാണുന്നു എങ്കിലും, നച പശ്യതി, കാണുന്നില്ല. കാണുന്നു കാണുന്നില്ല. എന്താ ഈ കാണുന്നു കാണുന്നില്ല എന്ന് പറഞ്ഞാൽ? അവർക്കറിയാം ഇതല്ല, ഇത് ശരിയല്ല, ഇത് വ്യാജമാണ് എന്ന്. ആർക്കറിയാം? അവർക്കറിയാം. ന പശ്യതി, അല്ലെങ്കിൽ പുറമേ നിന്ന് നോക്കുന്നവർ അതൊന്നും കാണുന്നുമില്ല. എന്തിനാണ്? ഉദരനിമിത്തം, വയറ്റുപിഴപ്പിനാണ്. ബഹുകൃതവേഷ, ഈ പല വേഷവും കെട്ടിയിരിക്കുന്നത് ഈ ഒരു വയറ്റുപിഴപ്പിന് വേണ്ടിയിട്ടാണ്. കാഷായത്തിലെ വെറൈറ്റി കാഷായങ്ങളാണ്. അതിൽ കാണുന്ന ഈ പറഞ്ഞ ചിഹ്നങ്ങൾ, ദണ്ടുള്ളവൻ, ദണ്ഡിസ്വാമി എന്ന് പറയും. ദണ്ടുള്ള ആ ദണ്ടിൻ്റെ അറ്റത്ത്, ആ ദണ്ടിൻ്റെ ഉയരം. നമ്മൾ വിചാരിക്കും സന്യാസം എന്ന് പറയുന്നത് എല്ലാ ഭേദങ്ങളും വിഭജനങ്ങളും എല്ലാറ്റിനെയും പരിത്യജിച്ചിട്ടുള്ള, തിരസ്കരിച്ചിട്ടുള്ളതാണ് എന്ന്. പക്ഷെ നിങ്ങൾ അതിൻ്റെ ആ ഒരു സമ്പ്രദായത്തിൻ്റെ അല്ലെങ്കിൽ അത്തരം ചില സങ്കേതങ്ങളിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ വേർതിരിവുകളും അടുത്തിരിക്കാത്ത ആൾക്കാരും ഒരുപാടുണ്ട്. ഹിമാലയത്തിലൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അതിൽ തന്നെ ഞാൻ വലിയവനാണ്, താഴ്ന്നവനാണ് എന്ന് പറയുന്ന വിഭാഗങ്ങളൊക്കെ ഉണ്ട്. അവരതിൽ മാത്രമാണ് വ്യാപരിക്കുന്നത്, അല്ലാതെ അവർ ഈ പറഞ്ഞ ധർമ്മത്തിലൊന്നുമല്ല. കാശികാനന്ദഗിരി സ്വാമികൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയും. നല്ല രസമാണ്. സ്വാമിജിയുടെ ആശ്രമത്തിൽ കുംഭമേളയിൽ ഓരോരോ തമാശകളും കാര്യങ്ങളും ഒക്കെ പറയും. സ്വയം തങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന ആ വംശത്തിൽ അതേ ചിഹ്നങ്ങളൊക്കെ അണിഞ്ഞിട്ടുള്ള ആളുകളിലെ സന്യാസധർമ്മവുമായി ബന്ധമില്ലാത്ത കാര്യങ്ങളെ കേവലം ചിഹ്നങ്ങളെ മാത്രം പ്രദർശിപ്പിച്ചുകൊണ്ട് ജനസമക്ഷം സ്വയം വിഡ്ഢികളായി കഴിയുന്നവരെക്കുറിച്ച് എല്ലാ മേഖലയും ശങ്കരാചാര്യർ ഒരു മേഖലയും വിട്ടിട്ടില്ല, ആരെയും വിട്ടിട്ടില്ല. അതുകൊണ്ട് ജഡിലോ മുണ്ടി ലുഞ്ചിതകേശ കാഷായാംബര ബഹുകൃതവേഷ പശ്യന്നഭിനച്ച പശ്യതി മൂഢ ഉദരനിമിത്തം ബഹുകൃതവേഷ. എല്ലാം വയറ്റുപഴപ്പിന് വേണ്ടിയിട്ടുള്ള ഇടപാടുകളാണ്. ശരിയാണ്, ഹിമാലയത്തിൽ ഈ വസ്ത്രം ധരിച്ചാൽ, കാവി വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചവനാണോ, നിങ്ങൾ ധർമ്മശാസ്ത്രം അറിയുന്ന ആളാണോ ഒന്നുമില്ല, ഈ വസ്ത്രം മതി. ഭക്ഷണം കഴിഞ്ഞു പോകാനുള്ള കാര്യങ്ങളൊക്കെ നടക്കും. നിങ്ങൾക്ക് കുട, മഴക്കാലമാണെങ്കിൽ കുട കിട്ടും, വസ്ത്രം കിട്ടും, ചെരുപ്പ് കിട്ടും, ടോർച്ച് കിട്ടും. ഈ പറഞ്ഞ അത്യാവശ്യം സാധനങ്ങളൊക്കെ സൗജന്യമായിട്ട് തരും. വസ്ത്രവും ധാരാളം കിട്ടും, ഭക്ഷണവും കിട്ടും, ദക്ഷിണയും കിട്ടും. എത്രയോ പേര് ഹിമാലയത്തിലുണ്ട്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇങ്ങനെ ഒരാശ്രമത്തിൽ നിന്ന് വേറൊരാശ്രമത്തിൽ ഈ ധനികരായിട്ടുള്ള ആളുകളൊക്കെ സാധു ഭോജൻ എന്ന് പറഞ്ഞിട്ട് സാധുക്കൾക്ക്, സന്യാസിമാർക്ക് ഭക്ഷണം കൊടുക്കുക, ഭിക്ഷ കൊടുക്കുക, ഭണ്ഡാര എന്ന് പറയും. അതൊക്കെ അവർക്കൊരു ഇതായിട്ടുള്ള കാര്യമാണ്, അത് അവർ കൊടുക്കും. എന്നാൽ ഇതേപോലെ വസ്ത്രവും കാര്യങ്ങളും ഒക്കെ ധരിച്ച് അവരവരുടെ മനനവും ധ്യാനവും ഒക്കെ ആയിട്ട് സ്വസ്ഥചിത്തരായി എവിടെയെങ്കിലും ഒരു മൂലയിൽ കഴിയും. ഈ പറഞ്ഞതുപോലെ എവിടെയെങ്കിലും ഭിക്ഷയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയി കഴിച്ചു തിരിച്ചു പോയി അവിടെ ഇരിക്കും. മറ്റു കാര്യങ്ങളിലൊന്നും ഇടപെടാത്ത എത്രയോ മഹാത്മാക്കളുണ്ട്.
അധികം ആരോടൊന്നും സംസാരിക്കാനോ ഒന്നിനും നിൽക്കില്ല. നമ്മൾ പോയി അവിടെ ചെന്ന് പെട്ടു, അല്ലെങ്കിൽ അവിടെ കൂടുതൽ മനസ്സിലാക്കാനൊക്കെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ അവരുടെ അടുത്തുനിന്ന് വരും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുക, ഓ എത്രമാത്രം അഗാധമായ പാണ്ഡിത്യമുള്ളവരാണ് എന്ന്. നമുക്കങ്ങനെ കുറേ അനുഭവങ്ങളുണ്ട് അങ്ങനെയുള്ള ആളുകളെ കണ്ടിട്ട്. ഒരിക്കൽ ബദരിയിൽ അന്ന് പഠിക്കുന്ന കാലത്താണ്, അധികാലത്ത് ഈ അളകനന്ദയിൽ കൊടും തണുപ്പാണ്, അതിൽ വന്ന് കുളിച്ചു പോകുന്ന ഒരാളെ കാണാറുണ്ട്. അപ്പം ഇദ്ദേഹം ഒരു ദിവസം ഇങ്ങനെ കുളിച്ച് ഇങ്ങനെ പോകുന്നത്, മൂപ്പരുടെ പിറകെ നമ്മൾ പോയി. അപ്പോൾ അവിടെ തന്നെ കുറച്ച് ഉള്ളിലേക്കായിട്ട്, അധികമൊന്നുമില്ല, ഒരു ഗുഹയിലാണ് മൂപ്പര താമസം. ഈ ഗുഹ എന്ന് പറഞ്ഞാൽ പാറക്കെട്ടിൻ്റെ ഇടുക്ക് ആയിട്ടാണ്, പാറയാണ് കവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആള് താമസിക്കുന്ന, അതാണ് നമുക്ക് ഭയങ്കര അത്ഭുതമാണ്. ആള് താമസിക്കുന്നതിൽ നിലത്ത് മുഴുവൻ, തറയിൽ മുഴുവൻ ഈ നമ്മുടെ മരം, ഈ ചിപ്പിളി ചിന്തോര ഇടുക എന്നൊക്കെ പറയുന്ന മരം ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ട് നിൽക്കുന്ന അതിൻ്റെ അവശിഷ്ടം ഉണ്ടല്ലോ, മരം പോളിഷ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഫർണിച്ചർ പണിക്ക് പിടിക്കുന്ന ആ സാധനമാണ് അദ്ദേഹത്തിൻ്റെ ഗുഹയ്ക്കകത്ത് മുഴുവൻ ഇട്ടിരിക്കുന്നത്. എന്നിട്ട് അപ്പോൾ നമ്മൾ ചെന്ന സമയത്ത് ആദ്യം തന്നെ ഇരിക്കാൻ പറഞ്ഞു. നമ്മൾ നമസ്കരിച്ച് അവിടെ ഇരുന്നു. അപ്പോൾ മൂപ്പര് ഈ പറഞ്ഞ പോലെ അടുപ്പ്, ഒരു 2-3 കല്ലും വെച്ചിട്ട് ഒരു ചെറിയ പാത്രമുണ്ട്, അതിൽ അടുപ്പ് കത്തിക്കുക. അതെങ്ങനെയാന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഈ ചിപ്പിൽ ഈ സാധനം ഇങ്ങനെ തോണ്ടിയിട്ടാണ് അങ്ങനെ ഇടുന്നത്. അപ്പോൾ നമ്മൾ ചോദിച്ചു, ഇതൊന്ന് തീയൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആയാൽ അത് മൊത്തം കത്തിപ്പോവും, അങ്ങനെയുള്ള സെറ്റപ്പാണത്. അപ്പം അങ്ങനത്തെ സുരക്ഷയൊന്നുമില്ല. ഇതെല്ലാം നിറച്ച് വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഇടയിൽ തന്നെ കല്ലും വെച്ച് ഇതിനെ ഇതാക്കിയിരിക്കുന്നത്. അപ്പോൾ മൂപ്പർക്ക് അത് നിയന്ത്രിക്കാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും, അങ്ങനെയാണ്. അപ്പോൾ ഇവിടുന്ന് എടുക്കൊന്നും വേണ്ട, വടികൊണ്ട് തന്നെ അവിടുന്ന് തന്നെ തോണ്ടിയിട്ടാണ് ഇത് വെക്കുന്നത്. ഒരു ചായ എന്ന് പറഞ്ഞാൽ പാലൊന്നും ഇല്ലാത്തൊരു കട്ടൻ ചായ മൂപ്പര് ഉണ്ടാക്കി നമുക്കും എടുത്തു തന്നു. അപ്പോൾ കുറേ സമയം ഒന്നും മിണ്ടാതെ ഇരുന്നു. പിന്നെ നമ്മൾ അങ്ങോട്ട് പറഞ്ഞു, സ്വാമിജി ഞങ്ങളിങ്ങനെ ചിന്മയ മിഷൻ എന്നാണ്, ചിന്മയാനന്ദ സ്വാമികൾ, തപോവൻ സ്വാമികളുടെ കാര്യം പറഞ്ഞു. തല കുലുക്കി. ശങ്കരാചാര്യരുടെ നാട്ടിൽ നിന്നാണ്, തല കുലുക്കി. നല്ലത് 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 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കുറച്ച് നേരം ഇരുന്നിട്ട് വേറെ കൂടുതൽ വർത്തമാനമൊന്നുമില്ല. പിന്നെ എന്തോ ഒരു ഉണ്ട പോലത്തെ ഒരു സാധനം, ബേക്കറി ഐറ്റം, ആരോ കൊടുത്തതായിരിക്കാം, ഒരു അളുക്കിൽ നിന്ന് എടുത്തിട്ട് അതും തന്നു. അപ്പോൾ അത് തരുന്നതോടുകൂടി നമുക്ക് മനസ്സിലായി, അത് തരുമ്പോൾ എന്താന്ന് പറഞ്ഞാൽ ഇത് മേടിക്കുക പോവുക, കഴിഞ്ഞു പരിപാടി. അങ്ങനെ പറച്ചിലൊന്നുമില്ല. പ്രസാദം തരിക എന്ന് പറഞ്ഞാൽ അത് മേടിക്കുക പോവുക എന്നുള്ളതാണ്. അപ്പോൾ വേഗം അത് മേടിച്ച് നമ്മൾ നമസ്കരിച്ച് ഇറങ്ങി. കൂടുതൽ വർത്തമാനമൊന്നുമില്ല. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇതേപോലെ തിരിച്ചു പോകുന്ന അന്ന് നമുക്ക് അദ്ദേഹത്തെ ഒന്നുകൂടെ കാണണം തോന്നി. അങ്ങനെ ചെന്നപ്പോൾ വേഗം വിളിച്ച് ഇതുപോലെ ഇരുന്നു. അന്ന് സംസാരിച്ചു നമ്മളോട് തപോവൻ സ്വാമികളെക്കുറിച്ചും ചിന്മയാൻ സ്വാമികളെക്കുറിച്ചും, നന്നായി പഠിക്കണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. എന്നിട്ട് അദ്ദേഹം സ്വയം അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു. എങ്ങനെയാണ് ഹിമാലയത്തിലേക്ക് എത്തുന്നത്, ഗുരുവിനെ കുറിച്ച്, പ്രതിസന്ധികൾ, ഇപ്പോൾ ഇവിടെ സ്വസ്ഥമായിട്ട് ഇവിടെ കഴിയുന്നത്, അതിലേക്ക് എത്തണമെങ്കിലുള്ള തടസ്സങ്ങൾ, അപ്പം എല്ലാം പഠിച്ച ആളാണ്. അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ ശാസ്ത്രങ്ങൾ ഇങ്ങനെ കൃത്യമായിട്ട് ഉദ്ധരിക്കുകയാണ്. പറഞ്ഞു അവിടെ ബദരിയിൽ ഈ ഭാഷ്യം പാരായണം നടക്കും, ശങ്കരഭാഷ്യം. സംസ്കൃതത്തിൽ ഭയങ്കര വിദ്വാനാണ്. പക്ഷേ പുറത്തുനിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു
ഈ പറഞ്ഞ ചിഹ്നങ്ങളുടെ ഇതൊക്കെ സാധാ മട്ടിലുള്ള ഒരു നാമമാത്രമായിട്ടുള്ള വസ്ത്രവും കാര്യങ്ങളുമായിട്ട് ഇരിക്കുക. ഹിമാലയം നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സ്ഥലമാണ്. അവിടെ എല്ലാം തപോവൻ സ്വാമികൾ പറയുന്നു, എല്ലാം നിങ്ങൾക്ക് കാണാം. കബളിപ്പിക്കലും എല്ലാം ഉണ്ട്. എന്നാൽ ഈ അറിവിൻ്റെ പാരമ്യത്തിൽ കഴിയുന്ന മഹാത്മാക്കളുമുണ്ട്. ബാഹ്യമായ ലക്ഷണങ്ങളൊക്കെ രണ്ടുപേർക്കും ഒരുപോലെയായിരിക്കും. ബദരിയുടെ മുകളിൽ ഞങ്ങൾ ഇതേപോലെ ആളുകൾക്കൊരു മഹാത്മാവിനെ കാണണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അദ്ദേഹത്തെ ഇതേപോലെ അതിൻ്റെ പിറകിലുള്ള നരനാരായണ പർവ്വതത്തിൻ്റെ ഏറ്റവും മുകളിൽ മൂപ്പര് താമസിക്കുക. ഇതേപോലെ അവിടുത്തെ റാവൽജിയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പോയി കണ്ട് അപേക്ഷിച്ചിട്ട് മൂപ്പരോട് ഇങ്ങനെ എല്ലാവർക്കും ഇവിടെ കയറി എത്താൻ പറ്റില്ല, അങ്ങ് വരണം എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ എനിക്ക് വരണം എന്ന് ഇപ്പം പ്രത്യേകിച്ചൊന്നും ഇല്ല, അത് ഇല്ല എന്നൊക്കെ പറഞ്ഞ് മൂപ്പര് ഒഴിവാക്കി, ഹിന്ദിയൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അത്ഭുതം, അദ്ദേഹം അന്ന് വന്നു, താഴെ വന്ന് ഞങ്ങൾ അന്വേഷിച്ചു എവിടെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോഴേക്കും ഞങ്ങൾ വേഗം അദ്ദേഹത്തെ സ്വീകരിക്കാൻ പെട്ടെന്ന് തന്നെ, അന്ന് പാലക്കാട്ട് സ്വാമി അശേഷാൻ സ്വാമിജി ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മൂപ്പര് വന്നത് നമുക്കിപ്പോഴും ഇതാണ്, പച്ച സോക്സൊക്കെ ഇട്ടിട്ടാണ്, ആരോ എടുത്തതാണ്, അതായത് കാവ്യൊന്നുമല്ല, പച്ച കളറിലുള്ള രണ്ട് വലിയ സോക്സൊക്കെ ഇട്ടിട്ട് വന്ന് അവിടെ ഇരുന്ന്. ഗംഗാദത്തൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. മൂപ്പർക്ക് തന്നെ ഓർമ്മയില്ലേ എന്നാ വന്നത്, എങ്ങനെയാണ് എത്തിയത് ഹിമാലയത്തിൽ നിന്നൊന്നും. അപ്പം അങ്ങനെ ഒരു പറഞ്ഞു ഞങ്ങളോട് കുറച്ച് സമയം സത്സംഗം നടത്തി, അതിഗംഭീരമായിട്ട്. മറ്റു കാര്യങ്ങളെയൊക്കെ വിസ്മരിച്ച് ഒരു 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 ഇതിലേക്ക് ഇവർ കയറി കഴിഞ്ഞാൽ പിന്നെ ആ പാത്തിലാണ് പോവുക, മറ്റതൊന്നുമില്ല. പിന്നെ ഇതെല്ലാമുണ്ട്. ജഡിലോ മുണ്ടി ലുഞ്ചിത കേശ കാഷായാംബര ബഹുകൃത വേഷ പശ്യന്നഭിനജ പശ്യതി മൂഢ ഉദരനിമിത്തം ബഹുകൃത വേഷ. തുടർന്ന് മറ്റ് ചില ചിത്രങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുന്നു. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.